എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു ഡ്രൈ ഡോക്കിനുള്ളിലാണ്. ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കും അതിൻ്റെ ടെസ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺഫൈൻഡ് സ്പേസാണ്. നിങ്ങൾക്ക് കാണാൻ എൻ്റെ പുറകിൽ കാണുന്ന ഒരു വളരെ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഈ സ്പേസിൽ വെള്ളം നിറച്ചിട്ടാണ് കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ അതായത് പുതിയ കപ്പലുകൾ ഉണ്ടാക്കിയതിന് ശേഷമോ ആ കപ്പൽ വെള്ളത്തിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ കാണുന്ന ഡോക്കിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി കപ്പൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിന് ശേഷം വീണ്ടും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈ ഡോക്കിനുള്ളിൽ നിന്ന് വെള്ളം പമ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് കപ്പലിലെ പണികളൊക്കെ ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത, എൻ്റെ പുറകിൽ കാണുന്ന ഈ കപ്പൽ ഇത് ഒരു പ്രത്യേകതയുള്ള കപ്പലാണ്. ഇതാണ് വേൾഡ് വാർ 2 പങ്കെടുത്ത റോയൽ ഓസ്ട്രേലിയൻ നേവിയുടെ ഇന്ന് ലോകത്തുള്ളതിൽ ഒരേ ഒരു റിവർ ക്ലാസ് ഫ്രൈഗേറ്റ്. ഇത് രണ്ടും അതിൻ്റെ പ്രൊപ്പല്ലറുകളാണ് കാണുന്നത്. ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഈ കപ്പലിൻ്റെ അടിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാം. H.M.A.S ഡയമന്റിനയുടെ ഉള്ളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് ഓസ്ട്രേലിയയിലെ മാരിടൈം മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കപ്പലാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു റിവർ ക്ലാസ് ഫ്രൈഗേറ്റ് ഗ്രേഡിലുള്ളൊരു കപ്പലാണ്. റിവർ ക്ലാസ് ഫ്രൈഗേറ്റ് എന്ന് പറയുമ്പോൾ വാർഷിപ്പിനേക്കാളും സൈസ് കുറവായിട്ടുള്ളൊരു ഗ്രേഡിൽ വരുന്നതാണ് റിവർ ക്ലാസ് ഫ്രൈഗേറ്റുകൾ. സാധാരണ വാർഷിപ്പുകളുടെ കോൺവോയിനെ എസ്കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിവർ ക്ലാസ് ഫ്രൈഗേറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാണുന്നത് അതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗണ്ണാണ്. ഇത് 4 സൈഡിലും ഇതുപോലെ ഗണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗണ്ണാണ്. നിങ്ങൾക്ക് കാണാം അവിടെ ആളുകൾക്ക് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സീറ്റും ഒരു ഹാൻഡിലും ഒക്കെ ഉണ്ട്. 4 സൈഡിലേക്കും തിരിക്കാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് എക്സ്പ്ലോസീവ്സ് സീയിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതായത് ആ കാണുന്ന വീപ്പയിൽ എക്സ്പ്ലോസീവ്സ് ആയിരിക്കും. ആ വീപ്പ സീയിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സബ്മറൈൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് ഈ എക്സ്പ്ലോസീവ്സിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഈ കാണുന്ന വീപ്പകളിലെല്ലാം എക്സ്പ്ലോസീവ്സ് ആയിരിക്കും. പണ്ട് കാലത്ത് ഇത് ഫുള്ള് എക്സ്പ്ലോസീവ്സ് ആയിരിക്കും. എന്നിട്ട് ഇതിവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് സബ്മറൈൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈഡിലും സ്ഥാപിച്ചിട്ടുള്ള ഈ മെക്കാനിസം വഴി ഈ വീപ്പകൾ ലോഡ് ചെയ്ത് കടലിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് ഈ സബ്മറൈൻസ് അറ്റാക്കിനായിട്ട് സീയുടെ സർഫസിലെത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻജിൻ റൂമാണ്. ഒന്നാണ് എൻജിൻ റൂം. അന്നത്തെ കാലത്ത് സ്റ്റീം എഞ്ചിനുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ 2 സ്റ്റീം എഞ്ചിൻ യൂസ് ചെയ്ത ഒരു കപ്പലാണ് ഇത്. എൻജിൻ റൂമാണ് ഈ കാണുന്നത്.
ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായ റഡാറാണ് ഈ കാണുന്നത്. താരതമ്യേന പവർ റിക്വയർമെൻറ്റ് കുറവുള്ള റഡാറാണ് ഈ ഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൂടുതലും സബ്മറൈൻസ് സർഫസിലെത്തിക്കഴിയുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടിയിൽ വെച്ച് സബ്മറൈൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് പവർ കൂടിയ റഡാർ വേണം. പക്ഷെ അത്രയും പവർ റിക്വയർമെൻറ്റ് ഈ ഷിപ്പിന് പോസിബിൾ ആയിരുന്നില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷിപ്പ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രോൾ റൂമാണ്. അതായത് ഇവിടെ വെച്ചാണ് ഷിപ്പ് ഡ്രൈവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനൊക്കെ തീരുമാനിക്കുന്നതും ഡയറക്ഷൻ തിരിക്കുന്നതും എല്ലാം ഈ ഒരു റൂമിനുള്ളിൽ വെച്ചാണ്. നിങ്ങൾക്കാണ് ഇവിടെ ഒരു മൈക്കുണ്ട്. ഇതുവഴി മറ്റുള്ള സെയിലേഴ്സിന് ഡയറക്ഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാനും ഒക്കെയുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. ഈ കാണുന്നത് ഈ ഷിപ്പിൻ്റെ ആങ്കറിങ് മെക്കാനിസമാണ്. അതായത് ഈ ഷിപ്പ് നടുക്കടലിലൊക്കെ ചെന്നാലോ അല്ലെങ്കിൽ കടലിൽ വെച്ചിട്ട് ആങ്കർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസമാണ് ഈ കാണുന്നത്.
കാണുന്നത് ഷിപ്പിലെ എഞ്ചിനീയർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററാണ്. ആ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ആ കാലത്തുള്ള മറൈൻസിൻ്റെ യൂണിഫോംസ് ആണ്. ഈ കാണുന്ന റൂം നമ്മൾ ആദ്യം ഡോക്കിൽ കണ്ട ആങ്കറിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു റൂമാണ്. ധാരാളം റോപ്പുകളും അതുപോലെ തന്നെ ആങ്കറിന് വേണ്ട സാധനങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് ഈ ഷിപ്പിനകത്തുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ്. കിടക്കുന്ന ഒരു സിംബോളിക്കായിട്ടൊരു ആളുടെ ഒരു രൂപം കടത്തിയിരിക്കുന്നതാണ്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഈ ഷിപ്പിലുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസും അതിനുള്ള റൂമുമാണ്. ഏകദേശം 50ഓളം പേര് ഉൾക്കൊള്ളുന്ന ഒരു റൂമാണുള്ളത്.
ഡോക്കിനുള്ളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തെത്തിക്കാൻ, അതുപോലെ തന്നെ അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ബോയിലർ റൂമും അതുപോലെ തന്നെ അതിൻ്റെ പമ്പ് റൂമുമാണ്. ഈ കാണുന്നത് ബോയിലറുകളാണ്. 3 ബോയിലറുകൾ നിങ്ങൾക്ക് കാണാം. ഈ ഒരു റൂം ഡ്രൈ ഡോക്കിലേക്ക് കണക്റ്റഡ് ആണ്. ഈ താഴെ കാണുന്നത് പമ്പിംഗ് ഫെസിലിറ്റീസ് ആണ്. അതായത് ഡ്രൈ ഡോക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പമ്പ് വഴി വെള്ളം പുറത്തെത്തിക്കാനും അതുപോലെ തന്നെ പുറത്തുനിന്ന് തിരിച്ച് ഡ്രൈ ഡോക്കിനുള്ളിലേക്ക് പമ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഈ കാണുന്നതെല്ലാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.